ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുക്കാലമൊക്കെയാണ്, അപ്പോൾ വിഷു സ്പെഷ്യൽ വീഡിയോസാണ് ഇനി ചാനലിൽ ഉണ്ടാവുക. ഇന്ന് ചെയ്തേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ധാവണിയിലൊരു മേക്ക് ഓവർ ലുക്കാണ്. അപ്പോൾ ഫേസിൽ ആദ്യം തന്നെ ഒരു ടോണർ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് അബ്സോർവ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അബ്സോർവ് ആയതിനു ശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. സൺസ്ക്രീൻ കുറച്ചധികം തന്നെ യൂസ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. കാരണം നമ്മളെ സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്നല്ലെങ്കിലും മോശകരമായ രശ്മികളിൽ നിന്നല്ല നമ്മുടെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സൺസ്ക്രീനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിശക്കില്ലാതെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ്പിലൊരു വാസ്ലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ലിപ്പ് ബാമിന് പകരം വാസ്ലിനാണ് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് ചില സമയങ്ങളിൽ ഞാൻ വാസ്ലിൻ യൂസ് ചെയ്യും, ചില സമയങ്ങളിൽ ലിപ്പ് ബാം യൂസ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വാസ്ലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം വാസ്ലിൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അന്നേരം തന്നെ ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് സ്റ്റെപ്പ് ബൈ ആയി നോക്കാം. വാസ്ലിൻ യൂസ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഒരു പട്ടിഷോ കാണിക്കുന്നു. ദെൻ ഒരു കൺസീലർ എടുത്ത് ഡോട്ടായിട്ട് ഡാർക്ക്നെസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ അടിയിലൊക്കെ എനിക്ക് നല്ല ഡാർക്ക്നെസ് ഉണ്ട്, കാരണം ഉറക്കം കുറവാണ് ഭയങ്കരമായിട്ടുള്ള. അപ്പം നല്ല ഡാർക്ക്നെസ് ഉണ്ട്. അതുപോലെ ചുണ്ടിൻ്റെ സൈഡിൽ, താഴെ, കീഴ്ത്താടിയിൽ, നെറ്റിക്കില്ല, എന്നാലും വെറുതെ ഒരു ഡോട്ടായിട്ട് ഇട്ടു. അപ്പം പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് ഇടയ്ക്കൊക്കെ എനിക്ക്. അപ്പം അങ്ങനെ കുറച്ച് സ്കിന്നിൽ ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് എന്നാലും ഒരു ചെറിയ കളർ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ബ്ലാക്ക് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉറക്കം എനിക്ക് വളരെ കുറവാണ്, ഉറങ്ങാനേ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ഇഷ്യൂസ് ഉണ്ട്, അതാണ് ഇങ്ങനെ ഡാർക്ക്നെസ് കാണുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ആക്നെ പ്രോൺ ഓയിലി സ്കിന്നാണ് എൻ്റെ. പെട്ടെന്ന് എന്താ പറയുക, പിമ്പിൾസ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അങ്ങനെയുള്ള ഇങ്ങനെ ഡിസ്കളറേഷൻ ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് സെറ്റായത് നല്ലോണം നോക്കി നല്ല വൃത്തിക്ക് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് എനിക്ക് തൃപ്തിയാകുന്നോളം വരെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ട് അതേപോലെ തന്നെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം പ്രോസസ്സ് കഴുത്തിലും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം ഫേസിന് ഒരു കളറും കഴുത്തിന് വേറൊരു കളറും ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പം അങ്ങനെ ഒന്നും കൂടി ചെയ്തതിന് ശേഷം നല്ല സെറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പഞ്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടാണല്ലോ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നോക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി നമുക്ക് നമ്മുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ളൊരു ഫൗണ്ടേഷനൊക്കെ തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബോറായിരിക്കും കാണാൻ. അപ്പം ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഇപ്പോൾ എൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് പോയിട്ടില്ലേ ഗൈസ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല സൂട്ടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലെൻഡിങ് അങ്ങ് നിർത്തിയേക്കുക. അതിനുശേഷം ഒരു പട്ടിഷോ വെറുതെ വേണമെങ്കിൽ ഒന്നും കൂടി കാണിക്കാം. ഞാൻ നോക്കി എനിക്കിഷ്ടമായി, ബ്ലെൻഡൊക്കെ ശരിയായ രീതിയിലായി എന്ന് തോന്നിക്കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കാജൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണിന്. കാജൽ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ, കാരണം എനിക്ക് കൺമഷി അല്ലെങ്കിൽ കാജലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കണ്ണെഴുതാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ സമയം ചിലവാക്കുന്നത്. എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഈ കണ്ണെഴുത്താണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഡിലേ ചെയ്യുക. അപ്പോൾ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മുകളിൽ ഐലൈനർ ഇട്ട് കൊടുക്കുക. മുകളിൽ ഐലൈനർ ഇടൽ, രണ്ട് ഭാഗത്ത് ഐലൈനർ ഇടാൻ തന്നെ എനിക്കൊരു 15-20 മിനിറ്റ് ഞാൻ എടുക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോസസ്സ് മേക്കപ്പിൽ. അപ്പോൾ മുകളിൽ നല്ല വാലിട്ട് കണ്ണെഴുതും ഞാൻ വാലിട്ടിട്ട് കണ്ണെഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറവും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേപോലെ നല്ല ഭംഗിയിൽ കണ്ണെഴുതുക. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണുന്നില്ല, വാലിട്ട് എഴുതുന്നതിൻ്റെ ഷോയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാനായിരിക്കും കുറേ സമയം എടുത്തിട്ടുണ്ടാവുക ഞാൻ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വാലിട്ട് എഴുതി, അതുപോലെ കണ്ണിൻ്റെ അടിയിലും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഐലൈനർ വെച്ചിട്ട്. ആ വീഡിയോ അതിൻ്റെ അകത്ത് മിസ്സായിപ്പോയി ഗൈസ്. അപ്പോൾ അതിന് ശേഷം ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് 2 കവിളിൻ്റെ സൈഡിൽ ഇടുന്നുണ്ട്. അതുപോലെ മൂക്കിന് ഒക്കെ അപ്ലൈ ചെയ്ത് കുറച്ചും കൂടെ ഒരു ഷൈനി ലുക്ക് വരുത്തിക്കുന്നുണ്ട്. കാണുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും, മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ മൊബൈലിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത്. ശരിക്കും മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഇതിലും കുറച്ചും കൂടെ ഭംഗി തോന്നിയിട്ടുണ്ട് എനിക്ക് നേരിട്ട്. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് വരെ പറഞ്ഞത്. അതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്കിലേക്ക് പോവുകയാണ്. ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്തു.
ഞാൻ ലിപ് ലൈനർ അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ. കാരണം എനിക്കെന്തോ ലിപ് ലൈനർ ഇടാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ ലിപ്പ് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്ത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കി എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക്, എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ധാവണയൊക്കെ കൊടുത്തു. ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എങ്ങനെയുണ്ട് ഗൈസ്, സുന്ദരിയല്ലേ ഞാൻ? സുന്ദരിയാണെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കുറച്ച് അഹങ്കാരമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ശരിക്കും കണ്ടാൽ അത്ര സുന്ദരമൊന്നുമില്ല, ഈ മേക്കപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്നും കൂടെ എടുത്തു പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടാറ്റാ.